മിച്ചം വെക്കലാണ്. അപ്പോൾ ഈ മിച്ചം വെക്കൽ എന്ന് പറയുമ്പോൾ ആ മിച്ചം വെക്കൽ ഒരു 60 രൂപയാണ് ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി വരുന്നത്. 30 രൂപയാണ് സാധാരണഗതിയിൽ നിന്നു. അപ്പോൾ അത് 60 രൂപയുടെ കണക്കെടുക്കുകയാണെങ്കിൽ മാസം 18,000 രൂപ ലാഭിക്കാം എന്ന് പറയുന്ന വലിയ ഒരു 60 രൂപയല്ലേ? അപ്പൊ എത്രയും ലാഭിക്കാൻ പറ്റും. അപ്പൊ ഒരു വർഷം 18,000 രൂപ അല്ലെ? വർഷം 18,000. ശരി, എന്തൊരു കണക്ക് കൂട്ടലാന്ന് നോക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആ സ്ഥാപനത്തിനുണ്ട് എണീച്ച് ഓടിയാലോ എന്നൊക്കെ തോന്നിപ്പോകുന്ന രീതിയിലാണ് വാർത്താ അവതാരണമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്മൃതി പരുത്തിക്കാടിന്റെ. നമ്മുടെ ഫ്രീ യാത്ര പ്രഖ്യാപിച്ചു. ഓർഡിനറി ബസ്സിലാണ് പ്രഖ്യാപിച്ചത്. അതിന്റെ ഒരു വണ്ടർ ഉദ്ഘാടനമൊക്കെ നടത്താൻ പോകുന്നു. അതിന്റെ ആഘോഷമാണ് സ്മൃതി പരുത്തിക്കാട് നടക്കുന്നത്. ഓർഡിനറി ബസ്സിലാണ് യാത്രയുടെ ആദ്യത്തെ ഒരു പരീക്ഷണ ഓട്ടമാണ് കേട്ടോ. അത് പരിപൂർണമായിട്ട് ചെയ്യിക്കില്ല. വെറും 100 ദിവസമാണ് അത് പരീക്ഷിക്കാൻ പോകുന്നത്. 100 ദിവസം പരീക്ഷിച്ചാൽ എത്രത്തോളം നഷ്ടമുണ്ടാകും എന്നാണ് പരീക്ഷിക്കുന്നത്. എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ഒരു യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ എങ്ങനെയൊക്കെ ആരൊക്കെ ബാധിക്കും. ഒന്ന്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ജോലിക്ക് ഈ ഒരു ഓർഡിനറി ബസ്സിൽ പോകുന്ന ആളുകൾക്ക് വേണമെങ്കിൽ അത് ഭയങ്കര വലിയൊരു ഭാഗ്യം തന്നെയാണ് ഇതിൽ പോകുക എന്ന് പറയുന്നത്. അതിലൊരു സംശയം പോലുമില്ല. ഫ്രീ ആയിട്ട് സ്ത്രീകൾ മാത്രമല്ല എല്ലാവരെയും കൊണ്ടുപോകണമെന്നുള്ളതാണ്. അതിന്റെ സംഘടന ആണുങ്ങളുടെ അസോസിയേഷനോട് തല്ല് തുടങ്ങി കേട്ടോ. നിങ്ങൾ കണ്ടില്ലല്ലേ? ഇനി അതുകൂടെ വെച്ച് കണ്ടോളൂ. ഇനിയിപ്പോ എന്തപ്പത് ഇതാ, സ്ത്രീകളെ പോലെ അമ്മ പ്രസവിച്ച് തന്നെയാണ് ഞങ്ങളെയും. പുരുഷനായി ജനിച്ചതുകൊണ്ട് ഒരിടത്തു നിന്നും നീതി കിട്ടുന്നില്ല. KSRTC തടയുന്നു മെൻസ് അസോസിയേഷൻ, AKM, ഓൾ കേരള മെൻസ് അസോസിയേഷൻ. അപ്പോൾ ഇതിപ്പോൾ ആകെ മൊത്തം പ്രശ്നമാകാൻ പോവുകയാണ്. ഇവർ മാത്രമല്ല തടയുന്നത്. ഇന്ന് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് രാത്രിയായിട്ട് വിവരം വരുന്നു വിചാരിക്കാം. ഇവിടുത്തെ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഒരു മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. അവരെന്ത് തീരുമാനിക്കുന്ന അറിയില്ല. പ്രൈവറ്റ് ബസ് ഓട്ടം നിർത്തുക എന്ന് പറയുന്ന പരിപാടിക്കടക്കം അവർ മാറുമെന്നാണ് കേൾക്കുന്നത്. എന്നാൽ ഈ സ്മൃതിയുടെ ഒക്കെ ആഘോഷത്തിനപ്പുറത്ത് ചില യാഥാർത്ഥ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. ആദ്യം നമുക്ക് ഉദ്ഘാടന വാർത്ത ഒന്ന് കേൾക്കാം. നല്ലതല്ലേ? പ്രിയദർശിനി സൗജന്യ യാത്രയില്ലേ? ഓർഡിനറി ബസ്സിലെ സൗജന്യ യാത്ര. KSRTCയിൽ സ്ത്രീകൾക്കുള്ള പ്രിയദർശിനി സൗജന്യ യാത്ര ഉദ്ഘാടനം ആഘോഷമാക്കാൻ സർക്കാർ. 15-ന് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് തമ്പാനൂർ പെരുമാതുറ ബസ് മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രി തീരുമാനമുണ്ടാവുകയുള്ളൂ. എന്തായാലും സംഗതി അതിഗംഭീരമാണ്. ഉദ്ഘാടനം ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രി ഒരുമിച്ച് അന്ന് സ്ത്രീകൾ സഞ്ചരിക്കുന്ന ആ ഒരു ബസ്സിൽ ഉണ്ടായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. മിക്കവാറും കോൺഗ്രസ്സുകാരികളായിട്ടുള്ള സ്ത്രീകളായിരിക്കും ഏറ്റവും കൂടുതൽ അന്ന് ഉദ്ഘാടന ദിവസം അതിൽ ഉണ്ടാവുക എന്ന് തന്നെ വിചാരിക്കാം. എന്നാൽ ഇതിനു മുമ്പ് തന്നെ KSRTC അവരുടെ അനിഷ്ടം അറിയിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ഞങ്ങൾ ഓടണമെങ്കിൽ 1 മാസം ഓടാനുള്ള പൈസ ആദ്യം തരിക, ഈ മാസം കഴിഞ്ഞതിന് ശേഷം പൈസ തരാമെന്ന് പറയുന്ന ഏർപ്പാട് വേണ്ട എന്നാണ് ഇപ്പോൾ KSRTC പറയുന്നത്. അത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? പ്രിയദർശിനി ബസ് സർവീസിന് മുൻകൂർ തുക അനുവദിക്കണമെന്ന് KSRTC ആവശ്യപ്പെടുന്നു. അല്ലെങ്കിൽ ഇന്ധന സബ്സിഡിയെ ബാധിക്കുമെന്നാണ് വിശദീകരണം. നഷ്ടം നികത്തുന്നത് എങ്ങനെയെന്നതിൽ ധനവകുപ്പുമായി ചർച്ച നടത്തും എന്നുമാണ് അറിയുന്നത്. KG കമലേഷ് ചേരുകയാണ്. കമലേഷ്, അപ്പോൾ മാസാവസാനം പണം നൽകിയാൽ പോരാ എന്നതാണോ KSRTC പറയുന്നത്? ശീതൽ കാത്തിരിക്കുന്ന പ്രിയദർശിനി ബസ് സർവീസിന്റെ നഷ്ടം, അതായത് 65-75 കോടി രൂപ. അപ്പൊ 65-75 കോടി രൂപ ഈ KSRTCക്ക് നഷ്ടം വരികയാണ്. ആ നഷ്ടം നികത്തണമെങ്കിൽ അത് തുടക്കത്തിലേ നൽകണമെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും VD സതീശൻ മേനോൻ ഗവൺമെന്റിന് ഇതൊരു വലിയ അടിയായിരിക്കും. തുടക്കത്തിൽ തന്നെ കൊടുക്കുക. ഒന്നെങ്കിൽ ഇത് മാസാവസാനം കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കാതിരുന്ന് KSRTCയെ പൊട്ടിക്കുക. അതൊക്കെ ആയിരിക്കണം ഒരു പക്ഷേ ഇവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷെ അതിലേക്ക് KSRTC തയ്യാറല്ല. ഇപ്പോൾ അത്യാവശ്യം മാന്യമുരയ്ക്ക് പോകുന്നുണ്ട്. തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നുണ്ട്. ബസ് ഓടാൻ കഴിയുന്നുണ്ട്. ആ ബസ്സുകളുടെയൊക്കെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്താൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ വളരെ വൃത്തിയായിട്ട് ഗണേഷ് കുമാർ നടത്തിപ്പോയിരുന്നതാണ്. അതിനെ നശിപ്പിക്കുന്ന ഒരു പരിപാടിക്കും KSRTC തയ്യാറല്ല. അവരിപ്പോഴേ പറയുന്നു മുൻകൂറായിട്ട് പണം നൽകണം, എങ്കിൽ ഞങ്ങൾ ഓടാമെന്നാണ് ഇപ്പോൾ KSRTC പറയുന്നത്. ഇനിയാണ് നമ്മുടെ സ്മൃതി പരുത്തിക്കാടിന്റെ ചില സ്വപ്നങ്ങളിലേക്ക് നമ്മൾ പോവാനുള്ളത്. ഗംഭീരമായിട്ടുള്ള സ്വപ്നമാണ് കേട്ടോ. നുണയും ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണല്ലോ എന്ന് പറയുമ്പോൾ ഓർഡിനറി ബസ്സുകളാണ് കൂടുതൽ. 3200 ബസ്സുകൾ ഓർഡിനറി ബസ്സുകളായിട്ടുണ്ട്. ബാക്കി സർവീസുകൾ എന്ന് പറയുന്നത് ഫാസ്റ്റ് പാസഞ്ചർ അടക്കം മിന്നൽ അടക്കം എല്ലാം കൂടി കൂട്ടുമ്പോൾ 1180 സർവീസുകളേ ഉള്ളൂ.
അപ്പോൾ ഓർഡിനറി ബസ്സിലാണ് കൂടുതലായി യാത്ര ചെയ്യുന്നത്. എങ്ങനെയുള്ളവരാണ് യാത്ര ചെയ്യുന്നത്? അതിൽ ഈ പറയുന്ന APL BPL വ്യത്യാസമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും, പെൺകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഒരേപോലെ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒരു തരത്തിലുള്ള സാമ്പത്തിക വ്യത്യാസമൊന്നും ഇല്ല എന്ന് പറയുന്നത്. പക്ഷെ അതിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ പറഞ്ഞ കുറച്ചുകൂടി നല്ല വരുമാനമുള്ളവർക്ക് ആ സൗജന്യം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സാധനമായിട്ട് അതൊക്കെ. ഇതിനൊക്കെ നമ്മൾ ഈ എന്താ പറയുക അപ്പൊളിറ്റിക്കൽ അല്ലെങ്കിൽ എന്താ പറയുക നമ്മളിങ്ങനെ ചിന്തിക്കില്ലേ, ഉള്ളതിനേക്കാൾ അപ്പുറത്തുള്ള അപാരമായ ചിന്ത, അതിലേക്കൊക്കെ എത്തുകയാണ്. അതിനൊരു പേര് പറയാം, എനിക്ക് പെട്ടെന്ന് ആ പേരൊക്കെ മനസ്സിൽ നിന്ന് വിട്ടുപോയി. എന്തായാലും അങ്ങനത്തെ ഒരു ഗംഭീര ചിന്തയാണ്. അതായത് പണമുള്ള ആളുകൾ KSRTCയിൽ യാത്ര ചെയ്യരുത്, പണമുള്ളവരെ കാറിൽ പോകട്ടെന്ന് എന്നാണ് സ്മൃതി പരുത്തിക്കാട് പറയുന്നത്. അവരൊന്നും ഒരിക്കലും ഈ ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്യില്ല. ഓർഡിനറി ബസ് ഇവിടുത്തെ എന്താ പറയുക നിരാലംബരായിട്ടുള്ള 5 പൈസ എടുക്കാനില്ലാത്ത അതിദാരിദ്ര്യം പിടിച്ച ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇവരങ്ങനെയാണ് ഈ വാർത്തകളൊക്കെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും കേൾക്കണട്ടെ. ഇനി അങ്ങോട്ട് എന്താ പറയാ അപമാനിക്കലാണ്. അരുൺകുമാറൊക്കെ ഇട്ടിട്ട് അലക്കി പൊളിക്കുകയാണ് ഈ പാവം സ്ത്രീനെ. ചെയ്യാം. അങ്ങനെയൊക്കെ ചില സംസ്ഥാനങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. ഞങ്ങൾക്ക് അത് വേണ്ട എന്ന് പറയുന്നു. അങ്ങനെ ആ രൂപത്തിലേക്ക് വരുമോ എന്നറിയില്ല. അങ്ങനെ ചെയ്യേണ്ടതാണ്. എന്തായാലും അടിസ്ഥാനപരമായി തൊഴിലാളികളെ, സാധാരണ സ്ത്രീകളെ, അന്നന്നത്തെ ജോലിക്ക് പോകുന്ന സ്ത്രീകളെ, മത്സ്യത്തൊഴിലാളികളാകട്ടെ, ഇപ്പോൾ വിവിധ കടകളിൽ നിൽക്കുന്ന സെയിൽസ് ഗേളുകളാകട്ടെ, അവർക്കൊക്കെ തന്നെയും വീട്ടുജോലിക്ക് പോകുന്ന സ്ത്രീകളാകട്ടെ, അവർക്കൊക്കെ തന്നെയും ഇതൊരു വലിയൊരു ഒരു നീക്കിയിരിപ്പാണ്, ഒരു മിച്ചം വയ്ക്കലാണ്. പല സ്ഥലത്തും ബസ്സില്ല, മിച്ചം വെക്കലാണ്. അപ്പോൾ ഈ മിച്ചം വെക്കൽ എന്ന് പറയുമ്പോൾ 60 രൂപയാണ് ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി വരുന്നത്. 30 രൂപയാണ് സാധാരണഗതിയിൽ നിന്നും. അപ്പോൾ അത് 60 രൂപയുടെ കണക്കെടുക്കുകയാണെങ്കിൽ മാസം 18,000 രൂപ ലാഭിക്കാം എന്ന് പറയുന്ന വലിയ ഒരു 60 രൂപയല്ലേ? അപ്പൊ എത്ര ലാഭിക്കാൻ പറ്റും? 1800. ഇവർ കിടന്നിടത്ത് ഉരുളാണ്. പിന്നെ ഇവരാണ് തള്ളി പോവാണ്. അതിന്റെ ഇടയ്ക്ക് കണക്കൊക്കെ തെറ്റിപ്പോകുന്നത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. 18,000 രൂപ അല്ലെ? വർഷം 18,000. ശരി, എന്തൊരു കണക്ക് കൂട്ടറാന്ന് നോക്കുന്നു. ഒരു മിനിറ്റ്. സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് യാത്രാ ചെലവ് കൊടുക്കുന്ന ദിവസം 60 രൂപ, അത്രയും കണക്കാക്കൂ. ഇനി വലിയ കണക്കിലേക്ക് വേണം. ദിവസം 60 രൂപ അത് ലാഭിച്ച് ആ പൈസ കൂട്ടി വെക്കാൻ കഴിയുകയാണെങ്കിൽ ആ സ്ത്രീകളുടെ പൈസ എന്നുള്ളത് സാധാരണ തൊഴിലാളി സ്ത്രീകളെ വീട്ടിലേക്കാണ് അത് ചെലവഴിക്കുക. വീട്ടിലേക്ക് നീക്കിയിരിപ്പ്, വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു കാര്യമായി അഡീഷണൽ ആയി വാങ്ങാനൊക്കെ ആയിട്ടായിരിക്കും അവരത് നീക്കി വെക്കുക. അല്ലെങ്കിൽ മക്കൾക്ക് സ്വർണമോ, അല്ലെങ്കിൽ ഇതിനാണ് ഈ പുച്ഛശരി. എന്റെ അഭിപ്രായമല്ല ഞാൻ പറയുന്നത് സർ. എന്തിനാണ് ഈ പുച്ഛച്ചിരി വയ്ക്കുന്നത്? സോറി, ഈ 60 രൂപക്ക് നീക്കി വെച്ച് സ്വർണം വാങ്ങിക്കുന്ന ചിലപ്പോൾ സാധിക്കാം കേട്ടോ. അരുൺകുമാർ, നിങ്ങളിങ്ങനെ ചിരിക്കരുത്. ഒരിക്കലും നിങ്ങളൊരു സഹപ്രവർത്തകരുടെ മുഖത്തോട്ട് ഇങ്ങനെ പുച്ഛച്ചിരി ചിരിക്കരുത്. അരുൺകുമാർ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. സാധാരണ തൊഴിലാളി സ്ത്രീകൾ അവരുടെ ചിന്തയാണ് ഞാൻ പറഞ്ഞത്. വീട്ടിലേക്ക് നീക്കിയിരിക്കുക എന്നുള്ളതുകൂടെ എന്റെ അഭിപ്രായമല്ല. എനിക്ക് കിട്ടുന്ന പണം എന്റെ ആവശ്യങ്ങൾക്ക് എന്നുള്ളൂടെ എന്റെ മനസ്സിലുണ്ട്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ലെന്നേ. കുട്ടികളുടെ വിദ്യാഭ്യാസം ഞാൻ പറഞ്ഞു വന്നോട്ടെ ഡോക്ടർ അരുൺ, ഇതൊക്കെ എനിക്കും അറിയാന്നേ. ഞാൻ പറഞ്ഞോട്ടെ പ്ലീസ്. എന്തിനാണ് അപ്പൊ അങ്ങ് പറയുകയും പുച്ഛിക്കുകയാണ് ചെയ്തത്. ഞാൻ സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് സ്ത്രീ അതെല്ലാവർക്കും അത്ഭുതം ഉണ്ടാവും. അതായത് VD സതീശന്റെ ഈ ഒരു തീരുമാനം കൊണ്ട് സാധാരണക്കാരായ സ്ത്രീകൾക്ക് നീക്കിരിപ്പ് കൊണ്ട് സ്വർണം വാങ്ങിക്കാൻ കഴിയുന്നു എന്നൊക്കെ പറയുന്ന ഒരു വണ്ടർ പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആർക്കായിട്ടും ചിരി വരുന്നുള്ളതാണ്. ഇനി വേറെ ആളുടെ വകയാണ് കൊല്ലല്, വേണമെങ്കിൽ കേൾക്കാം. 5 ഗ്യാരണ്ടി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒന്ന് പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് AICCയുടെ ജനറൽ സെക്രട്ടറി ബസ്സിൽ കയറി പറയുകയാണ്, എന്ത് നിങ്ങൾക്ക് മെയ് മാസം 15-ാം തീയതിയോടെ കേരളത്തിലെ KSRTC ഫ്രീ ആന്ന് പറയുകയാണ്. എന്നിട്ട് അതിനെ വെട്ടിച്ചുരുക്കി അതിനെ 1600 ബസ്സിലേക്ക് മാത്രമാക്കുക. അപ്പൊ 2 കാര്യങ്ങളാണ് പ്രശ്നം. ഞാൻ ഈ പറയുന്ന ഈ ധനകാര്യ വിദഗ്ധര് ചെയ്തു വെച്ച പരിപാടിയെ കുറിച്ചാണ് പറയുന്നത്. കേരളത്തിലെ 9,000 വരുന്ന പ്രൈവറ്റ് ബസ്സുകാരിന് എന്താ ചെയ്യേണ്ടത്? അതിന് വല്ല പ്ലാനും ഉണ്ടോ? 4 ദിവസം കൊണ്ട് പൊളിയും. കാരണം എന്താ അറിയോ, 22-ാം തീയതി 21-ാം തീയതി അല്ലെങ്കിൽ 1-ാം തീയതി എല്ലാ മാസവും അടവടയ്ക്കുന്ന ബസ്സുകളാണ് കേരളത്തിൽ കൊടുത്ത പ്രൈവറ്റ് ബസ്. മനസ്സിലായ? പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ സംഘടനയുണ്ട്. ഇവന്മാർ സമരത്തിനിറങ്ങും. ഇത് ഓടിക്കഴിഞ്ഞാൽ മിക്കവാറും അന്ന് തന്നെ സമരം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ആണുങ്ങൾ സമരം ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട്.